ഞാൻ പറയുന്ന പാട്ട് ഏതും പാടുവോ? അറിയുന്നതാണെങ്കിൽ പാടും. പ്രണയസീൻ എടുത്തപ്പോൾ നമ്മളൊന്ന് ഓക്കെ ആയതല്ലേ? നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ അധ്യാപകരൊക്കെ അറിഞ്ഞോ? അത് അവിടെ ഉള്ളവര് കുറച്ച് ഒരുമാതിരി ഒരു സ്വഭാവം. ഇതിന്റെ ലാഭത്തെക്കാളും ഒരു വിഷയം അത് കണ്ടില്ല എന്നടിക്കാൻ എന്നിലെ ഉള്ളിലെ ഒരു മനുഷ്യത്വം പറ്റില്ല. ഇത് എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമാണ് ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളത്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. സിനിമ വലുത് ചെറുത് എന്നും വ്യത്യാസമില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഏത് സിനിമയും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ ഏറ്റെടുക്കുമെന്നതിന്റെ തെളിവാണ് ചെറിയൊരു സിനിമയായി വലിയ കലാകാരിമാരും ഒരു ഡയറക്ടറും എൻ്റെ മുമ്പിലിരിക്കുന്നു. കുറിഞ്ഞി എന്ന സിനിമയാണ്. സംവിധായകനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? എനിക്ക് ഈ സിനിമയെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാട്ടിലെ നന്മയും നാട്ടിലെ തിന്മയും അതെങ്ങനെ തിരിച്ചറിഞ്ഞു നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവരായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസ് ആണല്ലോ നമുക്ക് ചില എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് നിന്നും പിന്നീട് ചില യാത്രകളിൽ നിന്നാണ് നമുക്ക് ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത്ര അനുഭവങ്ങളിൽ നിന്നാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് വരിക. താങ്കളുടെ ഒരു അനുഭവം എന്തായിരിക്കും? കാരണം നമ്മളിപ്പോൾ നമ്മൾ ഇത്തരം ആൾക്കാരുടെ അടുത്ത് ഇടപെടുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, കാരണം അവരുടെ നന്മ, അവർക്ക് സ്വാർത്ഥതയില്ല. അപ്പം നമ്മളിപ്പോൾ അവരുടെ കൂടെ കുറച്ച് ദിവസം ഇടപെടേണ്ടി വന്നിരുന്നു. അപ്പോൾ അവരുടെ ആ ഭാഗത്ത് നിന്ന് ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്തൊരു നന്മയാണ്. അവരെക്കാണോ അവർക്ക് നമ്മളെയാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇപ്പുറത്ത് കാണുമ്പോൾ അങ്ങനെയല്ല. അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും കണ്ടില്ല കേട്ടില്ല നടിച്ചൊരു സ്നേഹബന്ധം പോലും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ പോലും കാര്യത്തിന് വിളിക്കുക, കാര്യം കഴിഞ്ഞാൽ പോകുന്നുള്ളതാണ്. പക്ഷെ ഇവരതല്ല. അവർക്ക് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പോലും അവർ നമ്മൾക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത്ര അനുഭവം മാത്രം മതി ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയാം. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്തരം ഒരു സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് വലിയ വലിയ സിനിമകൾ വരുന്ന കാലഘട്ടം അല്ലേ? വലിയ ആർട്ടിസ്റ്റുകളുള്ള കാലഘട്ടം. ഞാനൊക്കെ ഈ ഇന്റർവ്യൂ എടുക്കാൻ തന്നെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കൊരു കലാകാരനോ കലാകാരിയോ ആരാണെങ്കിലും അവരുടെ കഴിവാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അത് എല്ലാവരും, മീഡിയാസ് എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഏത് സിനിമയ്ക്കും അതിൻ്റെ ഒരു വിജയം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. നല്ല സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യും. ഈ പറഞ്ഞ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആളുകളെ കൂട്ടി ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു റിസ്ക് ആയിരിക്കാം. പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറിന് ഒരു ടെൻഷൻ ഉണ്ടാകാം. ഇതെങ്ങനെ ഈ തിരിച്ചു പിടിക്കാൻ പറ്റും? അത്തരമൊരു അങ്കലാപ്പൊക്കെ ഉണ്ടാക്കിയോ താങ്കൾക്ക്? അങ്കലാപ്പ് സാധാരണ ഒരു സിനിമയുടെ മുടക്കം മുതലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും, ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം ടെൻഷൻ ഉണ്ട്. പിന്നെ ഞാനൊരു പ്രൊഡ്യൂസർ കം ഡയറക്ടർ ആയതുകൊണ്ട് അത്യാവശ്യം മാർക്കറ്റിങ്ങിന്റെ ചില ധാരണകൾ എനിക്കുണ്ട്. പിന്നെ കഴിഞ്ഞ 2 സിനിമകളും തിയേറ്ററിക്കലായാലും ബിസിനസ്സിലായാലും എനിക്ക് പ്രോഫിറ്റ് ആയിരുന്നു, നഷ്ടമല്ല. അത് എനിക്ക് കിട്ടിയ പാഠം എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റും സിനിമയും വ്യത്യസ്തമാവണം എന്നുള്ളതാണ്. ഇവിടെ കണ്ടിരിക്കുന്ന വിജയത്തിന്റെ എല്ലാ സിനിമകളുടെയും ആധാരവും അത് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഈ സിനിമയുടെ ഒരു രൂപീകരണം ഉണ്ടായതെങ്കിലും പിന്നീട് നമുക്ക് ഇതിന്റെ സിനിമയുടെ ബഡ്ജറ്റ് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് വന്നു. കാരണം കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണത്. മറ്റേ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് സിനിമയാണ്, നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇതിലങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അതിനൊരു മിനിമം ബഡ്ജറ്റിൽ കിട്ടും എന്നുള്ളതുണ്ടല്ലോ. പക്ഷെ ഇതങ്ങനല്ല. ഈ സിനിമ ഏറ്റവും നന്നായി പുറത്ത് കാണിച്ച് മാർക്കറ്റ് ചെയ്യേണ്ട സിനിമയാണ്. അപ്പം ഇതിന്റെ അൾട്ടിമേറ്റ് ഇതിന്റെ സക്സസ് ആണ് നമ്മുടെ വിജയം വരുന്നത്, ഏത് മാർക്കറ്റിംഗ് എന്നൊക്കെയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന ബഡ്ജറ്റ് നമ്മൾ ചിത്രീകരണത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തപ്പോൾ ഞങ്ങളെ കൂടെ സഹകരിച്ച് വന്ന ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ മൊത്തമായി ഈ സിനിമ നിർമ്മിക്കാൻ മുന്നോട്ട് വന്നു. നല്ല കല, നല്ല സബ്ജക്റ്റ് എന്ന ആ ഒരൊറ്റ ഉദ്ദേശശുദ്ധിയോടുകൂടി നന്മയുള്ള ഒരു നിർമ്മാണമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിന്റെ ലാഭത്തെക്കാളും ഇത്ര ഒരു വിഷയം നിങ്ങൾ ഇത്രയും നന്നായി അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടില്ല എന്നടിക്കാൻ എന്നിലെ ഉള്ളിലെ ഒരു മനുഷ്യത്വം പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യത്വമാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇത്രയും നല്ല രീതിയിൽ ഈ പൂർത്തിയായി തിയേറ്ററിലേക്ക് എത്തുന്നതിന്റെ ആദ്യത്തെ ഘടകം. അല്ല, അതിന്റെ തെളിവ് തന്നെയാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരെ നിങ്ങൾ അറേഞ്ച് ചെയ്തത്. തീർച്ചയായിട്ടും അല്ലെ? ഇത്രയും ഓൺലൈൻകാർ എല്ലാവരും വരുന്നെങ്കിൽ ഈ സിനിമയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും വരുന്നത്. സിനിമയിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ സിനിമ ഓടുമെന്നുള്ള കാര്യത്തിൽ സംശയം. അങ്ങനെ ഒരു സബ്ജക്റ്റുമാണ് താങ്കൾ പറഞ്ഞത്. എന്തായാലും ഇവർ 2 പേരാ, നമുക്ക് ഈ 2 പേരാണ് ഇപ്പൊ നമുക്ക് ഇവിടെ ആർട്ടിസ്റ്റുകൾ എന്ന നിലയിലേക്ക് ഇരിക്കുന്നത്. മോളാണെങ്കിൽ നല്ല വരുമാനമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇൻസ്റ്റയിൽ അല്ലെ? എത്ര രൂപ വരുമാനം ഉണ്ട് ഇപ്പം? പറയണ്ട, അതിന് പോലും ടാക്സ് ഒക്കെ അവിടെ വന്ന് തന്നെ പറയണ്ട. എങ്കിലും വരുമാനം ഉണ്ട്. അമ്മയച്ഛനും ഡീൽ ചെയ്യണം അല്ലെ? നന്നായിട്ട് അല്ലേ? കുഴപ്പമില്ലോ. ഒരു സിനിമയില് അഭിനയിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു ഈ നമ്മള് ഇൻസ്റ്റയിലൊക്കെ റീലൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ? അതുണ്ടായിരുന്നു ചോദിച്ചാ ഉണ്ടായിരുന്നു. സത്യം അങ്ങ് പറഞ്ഞേക്കാം, നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ.
ഇത് എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള ഒരു ആഗ്രഹമാണ് ബിഗ് സ്ക്രീനിൽ കാണണം എന്നുള്ളത്. അപ്പോൾ കണ്ടിട്ടുണ്ട്, എന്നാലും മെയിൻ ആയിട്ട് ഇതുപോലെ ഈ കുറിഞ്ഞി, ഞാൻ കുറിഞ്ഞിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്, അതുപോലെ മെയിൻ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് മൂവിയാണ് കുറിഞ്ഞി. അപ്പൊ എന്റെ ആഗ്രഹം സഫലമാവാൻ പോവുകയാണ്. ബിഗ് സ്ക്രീനിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായും എന്റെ സന്തോഷമുണ്ട്. മോളെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർക്ക് എല്ലാവർക്കും മോളെ അറിയാം അല്ലേ? മോളെ ഇൻസ്റ്റ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ മോളെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കഥാപാത്രം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ സിനിമയിൽ വരുമ്പോൾ അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കൃത്യമായിട്ട് തന്നെ നല്ലൊരു ക്യാരക്ടർ കുറിഞ്ഞി എന്നൊരു കഥാപാത്രം മോളിൽ ഏൽപ്പിക്കണമെങ്കിൽ ഡയറക്റ്റ് മോളിലൊരു വിശ്വാസമാണ്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്? കഥ കേട്ടിട്ട് കഴിഞ്ഞപ്പോ എനിക്കിത് ചെയ്തിട്ട് തന്നെ കാര്യം ചെയ്യണം, വിട്ടുകൊടുക്കില്ല. കഥ നല്ലൊരു കഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് പോലത്തെ സിനിമയാണ് ഇത്. അപ്പോ റിലീസാകുമ്പോ നിങ്ങൾ എല്ലാരും പോയിട്ട് കാണണം. അതാണ് പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. വേറെന്താ പറയണ്ടേ ചോദിക്ക്, ഞാൻ പറയാം. ഞാനിവിടെ ഇരിക്കാം, അങ്ങ് പറഞ്ഞോ. എന്ത് പറയും? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാം, നമുക്ക് അങ്ങനെ സംസാരിച്ചു ആയല്ലോ രസം. നീ ചോദിച്ചാ ഞാൻ അനുസരിച്ച് അങ്ങോട്ട്. ഒരു കാര്യം ചോദിച്ചപ്പോൾ എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്റെ അടുത്ത്. അനക്ക് അറിയില്ലല്ലോ, അറിയാതെ ഞാൻ എങ്ങനെ പറയാ? അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമാഭിനയം നേരത്തെ പറഞ്ഞപ്പോ മോഹമായിരുന്നു എന്ന് പറഞ്ഞു, ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി. ഇപ്പൊ നമ്മള് കട്ടൗട്ടറും പോസ്റ്ററൊക്കെ കാണുമ്പോ എങ്ങനെയാ തോന്നുന്നത്? ഇതുപോലെ ഒരു പോസ്റ്റർ, ഞാൻ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമേന്റെ പോസ്റ്റർ ഈ ഓരോ സ്ഥലത്തും ഓരോ തിയേറ്ററിന്റെ സ്ഥലത്തെല്ലാം വലിയ പോസ്റ്റർ ഉണ്ടാവുമല്ലോ, അതുപോലെ എനക്കും എന്റെ പോസ്റ്റർ ഞാൻ തന്നെ ഒട്ടിക്കണം. എന്റെ പോസ്റ്റർ ഞാൻ തന്നെ ഒട്ടിക്കുന്ന ഒരു വീഡിയോ എനിക്ക് കാണണം. അത് കണ്ടിട്ട് വേണം എനിക്ക് കൊറേ ചിരിക്കാൻ. അപ്പൊ അതും ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഒട്ടിക്കണം, അത്രേ. ഇനി ഒട്ടിക്കാൻ പോണം. വെറുതെ പൈസ ഒന്നും കൊടുക്കില്ല, മോള് ഒട്ടിക്കാൻ റെഡിയാണ്. കാസർഗോഡ് ജില്ല മൊത്തം അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയും ചെയ്യണം. എന്നിട്ട് നമ്മൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചിരിക്കണം. അത് ഞാൻ ചിരിക്കുന്നവർ ആരും കാണൂല. വീട്ടിനുള്ളിൽ റൂം അടച്ചിട്ട് പറഞ്ഞിരിക്കും. അല്ല, അത് റീലാക്കിയിട്ടില്ലേ? അത് റീലാക്കിയ ശരിക്കും എനിക്ക് ഭ്രാന്ത് ആരെങ്കിലും പറഞ്ഞെങ്കിലോ. അത് റീലാക്കി, പക്ഷെ ഒട്ടിക്കുന്നൊക്കെ റീലാക്കിയിടും. അതിടും അല്ലേ? ഓരോരാൾക്കാരെ വീഡിയോ കാണുന്ന സമയത്ത് തോന്നിയൊരു ആഗ്രഹമാണിത്. മോള് ചെയ്തതിൽ ഏറ്റവും റീച്ച് ഉണ്ടായ റീൽ ഏതാണ്? അങ്ങനെ ചോദിച്ചാല് കൊറേ റീലുണ്ട്, അത് പറഞ്ഞാലും തീരൂല. എങ്കിലും ഓർത്തു വെക്കുന്നത് പെട്ടെന്ന് പറയുമ്പോ അമ്മയെ ബുക്കെല്ലാം കിട്ടിയമ്മയെന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഇങ്ങനെ ആക്കി അങ്ങനത്തെ എന്തോ ആക്കി ഫേമസ് ആയ വ്യക്തിയുടെ പേര്, അങ്ങനെ അത് വൈറലായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ ചെയ്തതും ഇപ്പൊ ചെയ്ത് ഞാൻ ഡാൻസ് കളിക്കുന്ന സമയത്ത്, മഴ പെയ്തിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് വഴുതി വീണ, അതാണ് ഏറ്റവും കൂടുതൽ റീച്ച് ആയത്. അതിനേക്കാളും റീച്ച് ആയ കുറെ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ നോക്കാറില്ല. പിന്നെ ഒന്നും നോക്കാറില്ല തിരിഞ്ഞ്. ഞാൻ നോക്കാറില്ല, അമ്മ നോക്കാറുണ്ട്. അമ്മ കറക്റ്റ് നോക്കുക, അമ്മ നോക്കിയാലേ വരുമാനം എത്രയെന്ന് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അമ്മ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാ സമയത്തും. എത്രയായി നോക്കും, അപ്പോഴല്ലേ ഡോളറിന്റെ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അമ്മയ്ക്ക്. അപ്പൊ അമ്മയെ കൃത്യമായിട്ട് എല്ലാം നോക്കുന്നുണ്ട്, അമ്മയും അച്ഛനും കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. മോളുടെ പഠിത്തമൊക്കെ എങ്ങനെയാണ്? പഠിത്തം ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാം പറയ സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ഇപ്പൊ അഥവാ ഇന്ന് ഞാൻ ക്ലാസ് പോയിട്ടില്ല, എന്തെങ്കിലും ഷൂട്ടിന് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് ഞാൻ എന്തായാലും ലീവായിരിക്കും. ആ സമയം ഇവര് രാത്രി, എന്റെ ഫ്രണ്ട്സ് ഒക്കെ രാത്രി എന്നോട് ചോദിക്കും ഹോംവർക്ക് വേണോ, ഞാൻ അയച്ചു തരണോന്ന് പറഞ്ഞ് അവരെന്നെ നോട്ട്സ് എല്ലാം അയച്ചു തരും. ഹോംവർക്ക് എന്താണെന്ന് പറഞ്ഞുതരും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. ക്ലാസ്സിൽ പോയിട്ടില്ലെങ്കിലും ഞാൻ ക്ലാസ്സിൽ പോയ പോലെയാണ്. പോയ പോലെയാണ്. ജയിക്കുമല്ലോ അല്ലേ? ജയിക്കാന്ന് ചോദിച്ചാ എക്സാം എഴുതുന്ന മോളാണോ കൂട്ടുകാരികളാണോ എഴുതുന്നത്? അത് പിന്നെ ഞാനല്ലേ എഴുതൂ. അവരാലും മൊത്തം സഹായിക്കണം, അതുകൊണ്ട് അങ്ങനെയല്ല, എക്സാമിന് ആരും സഹായിക്കൊന്നുമില്ല, ഹോംവർക്കിന് മാത്രം. ഈ സ്കൂളിലൊക്കെ ഇപ്പൊ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ ആരാണ്? എല്ലാ ടീച്ചേഴ്സ് സപ്പോർട്ട്. ഒരു പേര് പറയാൻ പറ്റില്ല, തിരിച്ച് സ്കൂളിൽ പോണല്ലോ അല്ലേ? അങ്ങനെയല്ല, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാരും അങ്ങനെ. ഈ ലൊക്കേഷനിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലൊക്കേഷൻ പറഞ്ഞ ഇവിടെ നോക്കിയാ ഇവിടെയാണ് ഏറ്റവും പ്രശ്നം. അതെ, ഓളായിരുന്നു ഏറ്റവും പ്രശ്നം. ഓൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി? ചേച്ചിനെ കുറിച്ച് ചേച്ചിനോട് ഈ ചോദ്യം ചോദിച്ചാൽ ചേച്ചി എന്നെ പറ്റി എന്തെങ്കിലും പറയും, എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ചേച്ചിനെ പറ്റി ഞാൻ എന്തെങ്കിലും പറയും. ഷൂട്ടിങ്ങിന്റെ സമയത്ത്
ഈ ചേച്ചിക്ക് റൂമിൽ പോയിട്ട് ഒരേ ഉറക്കമാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞില്ലേ എടി ഉറക്കം വരുന്നില്ലേടീന്ന് എന്നോട് നേരത്തെ ചോദിച്ചതേ ഇല്ല. പിന്നെ ഞങ്ങള് രണ്ടുപേരും ഇതില് ഒരു ചേച്ചി അനിയത്തി ആ ഒരു രീതിയിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഒറിജിനൽ ആയിട്ടും അതുപോലെ തന്നെയാണ്. ഒരു ചേച്ചി അനിയത്തി എങ്ങനെയാണോ അതുപോലെ സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, തല്ലലുണ്ട്, എല്ലാം ഉണ്ട്. സിനിമയിലും അങ്ങനെയാണോ? സിനിമയിലും അങ്ങനെ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ചേച്ചിയായിട്ട് തന്നെയുള്ള കഥാപാത്രവും അല്ലെ? ഈ ചേച്ചി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ സിനിമ ലൊക്കേഷൻ വന്ന പിന്നെയാണ് കാണുന്നത് അല്ലെ? ചേച്ചി വന്നതേ പാട്ട് പാടിയാണോ വന്നത്? എന്താണ് ചേച്ചി വന്ന സമയത്ത് ഞാൻ ആദ്യം ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു. സമയം പ്രകാശ് വാടിക്കല് സാർ ഒരു വീഡിയോ എടുത്ത് ചേച്ചി പാട്ട് പാടുന്നെല്ലാം പറഞ്ഞു കേട്ടു. ചേച്ചി ഏത് പാട്ടാ ചേച്ചി ഫസ്റ്റ് പാടിയത്? പഞ്ചവർണ്ണക്കിളി. പഞ്ചവർണ്ണക്കിളി എന്ന് പറഞ്ഞ ആ പാട്ട് പാടി. അപ്പൊ ആ വീഡിയോ എടുത്തു. അതിന് ശേഷമാണ് ഞങ്ങൾ മെല്ലെ സംസാരിച്ച് തുടങ്ങുന്നത്. പിറ്റേ ദിവസം ഞങ്ങള് രണ്ടാളും ആ ദിവസം മൊത്തം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് തന്നെയായിരുന്നു. ഇനിയിപ്പൊ എപ്പ കണ്ടാലും ഞങ്ങൾ ഹായ് എന്ന് പറഞ്ഞൊരു തല്ലെല്ലാം കൊടുത്തിട്ടായിരിക്കും തുടങ്ങല്. അങ്ങനെയൊക്കെ തുടങ്ങുള്ളൂ അല്ലെ? ഈ ഇത്തരം ഈ കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെ, ഇപ്പം കുട്ടിയെ സെലക്ട് ചെയ്യണം, ആദിവാസിയിൽ നിന്ന് തന്നെ ഒരാളെ അഭിനയിപ്പിക്കണം, അങ്ങനെ കുറെ ആള്, അത്തരമൊരു തെരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയി? ഓഡീഷൻ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്? ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ സെലക്ഷനിൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000 കാസ്റ്റിംഗ് കോൾ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും മിടുക്കി കുട്ടികളാണ് നമുക്ക് വന്നിരിക്കുന്നതൊക്കെ. പക്ഷെ എത്ര വന്നാലും നമ്മൾ ഒരാളെ ഷെയ്ഡ് ചെയ്താലും നമുക്ക് ഈ ക്യാരക്ടറിന്റെ കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാധ്യത കുറവായിരുന്നു ഈ കുട്ടിയുടെ ക്യാരക്ടറിൽ. അപ്പൊ അങ്ങനെ വന്നു. പിന്നെ അവണി എനിക്കറിയാം, വേറൊരു ആൽബമായിട്ട് വന്നിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ല ടാലന്റ് ആണ്. അപ്പൊ ഞങ്ങൾ ആദ്യം അവണിനെ ഈ ക്യാരക്ടറിലേക്ക് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. വേറൊരു കാസ്റ്റിങ്ങിന് പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നായിരുന്നു ഉദ്ദേശം. അവസാനം ആണ് അവണിയിലേക്ക് തന്നെ ലാസ്റ്റ് എത്തുന്നത്. അവണിക്ക് ചെയ്യാൻ പറ്റുന്നത് അവണിക്കേ പറ്റൂ, അത്രയും ടാലന്റഡ് ആണ്. പിന്നെ നമ്മൾ ഈ കുട്ടിയിലേക്ക് എത്തുന്നത് ഞങ്ങള് പിന്നെ ഇതിലത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് റിയാലിറ്റി ആയിട്ടുള്ള സംഭവം വേണം എന്നുള്ളത് റൈറ്ററും ഞാനും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ ക്യാമറമാൻ ജിതേഷ് ആദിത്യ ചിരാലിലാണ്, വയനാട് ബത്തേരി ചിരാല്. അപ്പം അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ലൊക്കേഷനൊക്കെ എല്ലാം ജിതേഷിന്റെ കെയർഓഫിൽ തന്നെയാണ് ക്യാമറമാൻ്റെ. അതുകൊണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായി. അപ്പൊ ജിതേഷാണ് നമുക്ക് ഇതിന് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ തയ്യാറാക്കി തന്നത്. അപ്പൊ അങ്ങനെയാണ് കെ ചന്ദ്രബാബുവിൻ്റെ അടുത്തേക്ക് ഇവരെത്തുകയും അനിശ്ചിതയുടെ ഫോട്ടോസ് ഞങ്ങൾക്ക് വരുന്നു. കുറച്ച് കുട്ടികളുടെ ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അതൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടറായിട്ട് എന്തോ ഒരു ഫേസ് മാച്ചും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നി. അവസാനമാണ് അനിശ്ചിതയുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ റൈറ്റർ ഞാൻ ഫിക്സ് ചെയ്തു. അപ്പോൾ അവള് പറഞ്ഞു ഒന്നും അറിയില്ല, ആദ്യമായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുട്ടിയെ കിട്ടിയാൽ മതി, ബാക്കി ഞങ്ങൾ എടുത്തു പറഞ്ഞു. പക്ഷെ ആദ്യത്തെ ഒരു 2 ഷോട്ട് എടുക്കുമ്പോൾ ഇവൾക്ക് ഒരു പരിചയക്കുറവിന്റെ ഫീലിംഗ് ഉണ്ടായിരുന്നു. അറിയില്ല, ക്യാമറ മുമ്പിൽ നിൽക്കുന്ന ആദ്യമായിട്ടാണ്, എവിടെ നോക്കണം എന്നറിയില്ല, എങ്ങനെ പറയണം എന്നറിയില്ല. പക്ഷെ നമുക്കത് അറിയാലോ, ഒരു ആദ്യമായിട്ട് വരുന്നവരുടെ ഒരു പരിങ്ങലേ. പക്ഷെ ഞങ്ങളത് മാക്സിമം കുട്ടിയെ ബിഹേവ് ചെയ്ത് കൊണ്ടുവന്നു. ഒരു 3ാമത്തെ 4ാമത്തെ ടേക്ക് എടുക്കുമ്പോൾ കുട്ടി ഓക്കെ. പിന്നെ കുട്ടിയാണ് അടുത്ത ഏറ്റവും ബെറ്റർ താരം. അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആ കുട്ടി അഭിനയിക്കുന്ന ആരും പറയില്ല, ജീവിക്കുകയാണ്. ഭയങ്കരമായിട്ട് ചെറിയ സീനിൽ ഇങ്ങനെ കാമുകനെ പ്രണയിക്കുന്നവനായിട്ട് ചെറിയൊരു ചെറിയൊരു തള്ളൊക്കെ ഉണ്ടായിരുന്നു. ആ തള്ളല് പോലും നമ്മളൊരു യഥാർത്ഥ കാമുകൻ പരിഭവം വരുമ്പോ എങ്ങനെ തള്ളുവോ അത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞാണ് അത് നല്ല എക്സ്പീരിയൻസ് ആണ്. ആദ്യമൊക്കെ ചമ്മലായിരുന്നു ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴേ. പക്ഷെ പിന്നീട് അവർ തമ്മിൽ സംസാരിച്ച് കൂട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നല്ല അനുകൂല ഘടകങ്ങളായി വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിൽ വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു ഇത്തരം ഒരു സിനിമ, ഇതിപ്പോ ഒരു ചെറിയ സിനിമയല്ല ഇത് സത്യത്തിൽ. അപ്പൊ ഇതിന്റെ പറയുന്ന വിഷയം വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ സിനിമയാണ് തീർച്ചയായിട്ടും. അപ്പൊ അത് പ്രേക്ഷകർ അത്തരത്തിലേക്ക് ഇതാക്കി തരട്ടെ എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. തീർച്ചയായിട്ടും പ്രേക്ഷകർ അങ്ങനെ ഇതിന്റെ വിഷ്വൽ ട്രീറ്റും അങ്ങനെയാണ്, ത്രില്ലിംഗ് ആണ് പടം. നമ്മൾ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു വിഷ്വൽ അങ്ങനൊന്നുമല്ല. അവാർഡ് ഈ അത്തരം ഇതിനോട് ഞങ്ങൾ പറയുന്നതാണ്, ഈ അവാർഡ് കിട്ടുന്നതിനാണല്ലോ അവാർഡ് സിനിമ എന്ന് പറയാം. എല്ലാവരും മുൻകൂട്ടി പറയുന്നത് അവാർഡ് സിനിമയാണ്, അവാർഡ് സിനിമയാണ്. അതിന്റെ രീതി എങ്ങനെയാണെന്ന് ഇന്നവരെ എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ചെയ്യുന്ന സിനിമയ്ക്ക് ആൾക്കാർ കഴിഞ്ഞ് അതിന് അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് അവാർഡ് സിനിമ എന്ന് പറയാം. ഇത് പ്രേക്ഷകർക്കുള്ള സിനിമയാണ്. പ്രേക്ഷകർ കണ്ടതിന് ശേഷം പ്രേക്ഷകർ വിലയിരുത്തുന്നതാണ് ഞങ്ങളെ ഏറ്റവും വലിയ അവാർഡ്. അത്ര ഇപ്പം നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിന്റെ വിഷയങ്ങൾ കുറച്ച് ഗൗരവമാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള സിനിമകളും ഇന്നിപ്പം അവാർഡിനെ അയക്കുന്നുണ്ട്. അതിന്റെ മൂല്യങ്ങൾ അതിന്റെ ജൂറികൾ വിലയിരുത്തും. അതിന് അർഹമായ സംഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ലഭിക്കും. നമ്മളതിനെ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. നമ്മൾ പ്രേക്ഷകർക്കാണ് സിനിമ വിട്ടുകൊടുക്കുന്നത്. മോളെ ഈ പറയുന്ന പോലെ ഒരു ഊരിൽ നിന്ന് അല്ലെ നാട്ടിലേക്ക് വന്നൊരു സിനിമ ഷൂട്ടിംഗ് അല്ലേ, വയനാടല്ലേ വീട്? പുൽപ്പള്ളി അല്ലേ.
അവിടെ നിന്നാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. സിനിമയിലേക്ക് ലഭിച്ചു കഴിഞ്ഞപ്പം സത്യസന്ധമായിട്ട് വിശ്വസിച്ചു ആദ്യമേ? ഞാൻ വിചാരിച്ചു ആദ്യം സാറ് ചുമ്മാ പറയുകയാണ്. ആ. പിന്നെ സാറ് സീരിയസ് ആയി. സാറ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സീരിയസ് ആണ്. അപ്പോ പറഞ്ഞു സാറ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു നോക്കാം, നമുക്ക് ചെയ്യാം. അപ്പോ സാറിന്റെ പെങ്ങടെ വാവച്ചി ചേട്ടായി അവിടെ ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ആർട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നു. ആ ചേട്ടനായിരുന്നു എന്നെ ഷൂട്ടിന് കൊണ്ടുവന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു പേടിക്കണ്ട, നിനക്ക് പറഞ്ഞു തരും, വലിയ ഇതൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അവര് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരും, നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ടെൻഷനായി. ഇവരെ എല്ലാരും കണ്ട് ക്യാമറ ഫസ്റ്റില് അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായി. എന്നിട്ട് പിന്നെ എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ചെയ്യാം, കുഴപ്പമില്ല, സാറാണെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് പിന്നെയും പറഞ്ഞു ഇങ്ങനെ തരും. അപ്പോ കുഴപ്പമില്ല. പിന്നെ ഓക്കെ ആയി. ആദ്യം എടുത്ത സീൻ പ്രണയ സീൻ ആയിരുന്നു? ആദ്യം എടുത്ത അല്ല, ഞങ്ങള് സ്കൂളിലേക്ക് പ്രണയ സീൻ എടുത്തപ്പോൾ നമ്മളൊന്ന് ഓക്കെ ആയതല്ലേ എല്ലാരും? അതെല്ലാരും പറയുന്നുണ്ടായിരുന്നു, അപ്പോഴാണ് ഓക്കെ ആയെന്ന്. അങ്ങനെയാണ് ഇപ്പൊ ഡയറക്ടർ പറഞ്ഞു വെച്ചത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ ആദ്യം ആ പ്രണയ സീൻ എടുത്തെങ്കിൽ പിന്നെ ഒരു ടേക്കും വേണ്ട, ആദ്യം ഓക്കെ ആയി പോയാനല്ലേ? ആ ഭയമൊക്കെ പോയാനെ? അല്ല, നല്ല പാട്ടുകാരിയും കൂടെയാണ് അല്ലെ? നല്ല നാടൻ പാട്ട് പാടും. ഈ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അതൊരു ഭാഗ്യമാണ്. ഡയറക്ടറും പ്രൊഡ്യൂസറിനും ഒക്കെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത്, ഒരു നായികയും കിട്ടി, ഒരു പാട്ടുകാരെയും കിട്ടി ഒരുമിച്ച്. പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഒരു ഭയമില്ലായിരുന്നു. അത് നമ്മൾ ചെയ്യുന്നതാണല്ലോ അല്ലെ, അതുകൊണ്ട് അതിലൊരു ഭയമില്ലായിരുന്നു. ആ പാട്ട് നമുക്കൊന്നുകൂടെ പാടാൻ പറ്റുന്നുണ്ടല്ലേ? ആ പാട്ട് നമ്മുടെ സിനിമയിലെ പാട്ടൊന്നും അത് ഇപ്പൊ പാടാൻ പറ്റുമല്ലോ? കോപ്പി റേറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് അറിയില്ല. പുറത്തു വരുമ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇല്ല, മ്യൂസിക് ഒന്നും ഇല്ലല്ലോ, ധൈര്യമായിട്ടും പാടാം. ഒരു വരി പാടിക്കും, പ്രശ്നമില്ല. പാടിക്കും. അവനെന്തായാലും കൂടും, അവനെന്തിനും റെഡി ആയിട്ടായിരിക്കണം. ആ, ഒരു വരി പറഞ്ഞ 4 വരി ഇവിടെ പിടിച്ചില്ലേ? ആ, ഓക്കെ. 6 വരി വേണോ? ആ, കുഴപ്പമില്ല, നമുക്ക് പോകാം. നമുക്ക് അതിന്റെ രീതിക്ക് നിർത്താം. ഏവനേലും വിരിച്ചനല്ല കതിരൂനക ഒക്കെയും വിതച്ചയാൻഡു, ഏവനേലും പതിച്ചനല്ല മതിവേലാരും ഇനി പൂതി പോണ്ട, മാനത്തെങ്കുവില പറവാൻ വന്തല ഒറ്റകളെ ചത്തുവിടുവേ, കൈത്തണ്ണെ പതിഞ്ചയാൻഡു മണലിവേ എങ്കള പിരെ പുകൈപ്പാ. ഇത് ഒരു നാടൻ പാട്ട് സ്റ്റൈല് തന്നെ അല്ലെ? ഇതിന് പ്രത്യേക വരികൾ എഴുതിയതല്ലേ? ഇതാരാണ് എഴുതിയത്? പ്രമോദ് കാപ്പാട്. ഇതില് 3 പാട്ടുകളുണ്ട്. പ്രൊമോട്ട് എഴുതിയല്ലേ? ആ, പ്രമോദ് കാപ്പാടാണ് ഇതിലത്തെ 3 പാട്ടും എഴുതിയത്. ഈ പണിയ ഭാഷ പുള്ളി അവിടെ പോയി പഠിച്ച് ആ ഭാഷയിലേക്ക് ഇത് രചിച്ചതാ. ഈ ഭാഷയാണോ ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്? അതെ, ഈ ഭാഷയിലാണ് കൂടുതലും കഥ പറഞ്ഞാണ്. ഇവരായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ അങ്ങനെയാണ് പോകുന്നത്. ഇനി ഇവർ പൊതുസമൂഹമായിട്ട് ഇടപെടുമ്പോൾ മലയാളത്തിലേക്ക് വരും. അങ്ങനെയാണ്. അപ്പം ഭാഷ മലയാളത്തിലാണ് നമ്മൾ സെൻസർ ചെയ്യപ്പെടുന്നത്. പടം മലയാള സിനിമയാണ്. പക്ഷെ ഏരിയ പങ്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുമ്പോൾ അതിന്റെ ഇവരുടെ സംസാര രീതിയൊക്കെ അത് തന്നെയാണ്. അങ്ങനെയാണ് പഠിച്ച് ഡയലോഗ് ഡബ് ചെയ്യുക കൃത്യമായിട്ട്. അവന് തന്നെ ഡബ് ചെയ്ത് അല്ലേ? ഇവിടെ എളുപ്പമായിരുന്നു, ഭാഷ അറിയാവുന്നതുകൊണ്ട്. അവനെ സഹായിച്ചോ ഡബിങ് സമയത്ത്? അവർക്ക് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെയാണ്, ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? അവനെ ഏറ്റവും കൂടുതൽ കുസൃതി കാണിച്ചേക്കണ എന്താണ് അവിടെ? കുസൃതിയേ ഉള്ളൂ. ഞങ്ങള് അടി വഴക്ക് അതന്നെ പണി. ലൊക്കേഷനിലൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ക്യാമറയുടെ മുമ്പിൽ വരുന്നു, നമുക്കൊരു ഭയം വരുന്നു. ഒത്തിരി ആളുകൾ കാണുന്നു, സാധാരണ കാണുന്ന പോലെ സ്റ്റേജിൽ ചെയ്യുന്ന പോലെ നമുക്ക് പെട്ടെന്ന് കാണുന്നു. കുറെ ആളുകൾ, ഒരു പരിചയമില്ലാത്ത ആളുകൾ വരുന്നു, അവരെ മുമ്പ് വെച്ച് നമ്മൾ അഭിനയിക്കണം. അഭിനയിക്കുമ്പോൾ നമ്മൾ ആദ്യം ഡയലോഗ് തെറ്റും, ഭയം കൊണ്ട് തെറ്റും. അപ്പം എങ്ങനെയായിരുന്നു ഡയറക്ടർ? എങ്ങനെയായിരുന്നു സാറിന് ടെൻഷനായി. പക്ഷെ സാറ് പിന്നെ എനിക്കത് പറഞ്ഞു തന്നു, ഇങ്ങനെ ചെയ്യ്. എന്നിട്ടും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ലായിരുന്നു, നല്ലോണം തന്നെ പറഞ്ഞു തന്നു, ഇന്ന പോലെ ചെയ്യുമോളെ, ഇങ്ങനെയാണ് സംഭവം. അപ്പൊ കുറച്ച് ഇതായി, ധൈര്യമായി എനിക്ക്. ഈ നിലവില് നമ്മൾ ഒരിക്കലും സിനിമയിൽ അഭിനയിക്കണം അങ്ങനെ ഒന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു? അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു, പെട്ടെന്ന് വന്നൊരു ചാൻസ് ആയിരുന്നു. അല്ല, പാട്ട് പാടാൻ പോകുന്നുണ്ടായിരുന്നു, നാടൻ പാട്ട് പാടാൻ അല്ലെ? ഗ്രൂപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? ആ, ഉണ്ട്. ആരാണ് എന്റെ? സാറ് ചന്ദ്രബാബു സാറാണ് അല്ലെ? അപ്പൊ സാറ് വഴിയാണ് മോള് സിനിമയിലേക്ക് എത്തുന്നതും ചെയ്യുന്നത് അല്ലെ? അപ്പൊ സാറിന് കൃത്യമായിട്ട് അറിയായിരുന്നു മോളെ കൊണ്ട് അഭിനയിപ്പിക്കാൻ കഴിയുമെന്ന്
ഉറപ്പുള്ളത് കൊണ്ടാണ് മോളെ സെലക്ട് ചെയ്തത്. ആയിരിക്കാം. ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ പഠിക്കുന്നില്ല. പഠിത്തം കഴിഞ്ഞു. എത്ര വരെ പഠിച്ചു? 10th അത് കഴിഞ്ഞിട്ട് പോയില്ല. എന്താണ് പോയായിരുന്നു? അത് വീട്ടിൽ കുറച്ച് സിറ്റുവേഷൻ, സാമ്പത്തിക പ്രശ്നമൊക്കെയാണ്. കുറച്ച് മോശമായിരുന്നു. മുന്നിൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ടല്ലേ? അതൊക്കെ നടക്കും. ഈ സിനിമ കഴിയുമ്പോൾ അടുത്തടുത്ത സിനിമകളും അതിന്റെ ഒപ്പം സിനിമയോടൊപ്പം പഠിക്കുകയും ചെയ്യണം. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാതെ വന്ന സാഹചര്യമാണല്ലോ അല്ലെ? നന്നായിട്ട് പഠിക്കുമായിരുന്നോ? അത് ചോദിക്കില്ല, അത് മാത്രം ചോദിക്കില്ല. അവണി അത് മാത്രം ചോദിക്കില്ല. പഠിക്കുമെന്ന് ചോദിക്കല്ലോ. പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു. വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടില് അമ്മ, അച്ഛൻ, 2 അനിയന്മാര്, പിന്നെ അമ്മമ്മ. ഇത്രയും പേരാണ് താമസിക്കുന്നത് അല്ലേ? അമ്മ, അച്ഛൻ, അമ്മൂമ്മ അല്ലേ? അമ്മമ്മ, അമ്മയുടെ അമ്മ, പിന്നെ 2 അനിയന്മാര് പഠിക്കുന്നുണ്ടോ? അനിയന്മാര് ഒരാള് 9ൽ പഠിക്കുക, ഒരാൾ ചെറുതാണ്. ഒരാൾ 9ൽ പഠിക്കണം. എങ്ങനെ അച്ഛനൊക്കെ എന്താണ് പരിപാടി? അച്ഛന് കൂലിപ്പണി. എവിടെയാണ്? നാട്ടില്? അവിടെ തന്നെ, ഞങ്ങളുടെ മാനന്തവാടി അങ്ങോട്ടേക്കൊക്കെ. മാനന്തവാടിയിൽ. അമ്മ എന്ത് പണി ചെയ്യുന്നുണ്ട്? അമ്മ വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെയാണ്. ഈ പഠിക്കുന്ന സമയത്തൊക്കെ മോള് കലാകാരിയായിട്ടാണോ അറിയപ്പെട്ടത്? എന്തെങ്കിലും ഇല്ല, പാട്ട് പാടുവോ? എല്ലാവർക്കും പാടുമെന്ന് അറിയായിരുന്നു, പക്ഷെ വലുതായിട്ട് സപ്പോർട്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതിന് സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു സ്കൂളിലൊന്നും? സ്കൂളില് ഞാനിങ്ങനെ മുമ്പിൽ കയറി നിൽക്കൂലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട്. പിന്നെയാണ് ഈ ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം ഞാൻ പാടാൻ തുടങ്ങി. പിന്നെ എല്ലാവരുടെ സപ്പോർട്ടുമായി. അങ്ങനെ ആദ്യം പുറകോട്ട് നിൽക്കണം, നമുക്ക് ഫ്രണ്ടിൽ വരാൻ ഭയമായിരുന്നു അല്ലേ? ആ ഭയം മാറിയ എത്ര വയസ്സിലാണ്? ഗ്രൂപ്പിൽ കയറിയത് തൊട്ട്. ഈ ട്രൂപ്പിലേക്ക് മോളെ കൊണ്ടുപോകാനുള്ള കാരണം എന്താണ്? എങ്ങനെയാണ് മോളെ തിരിച്ചറിഞ്ഞത്? എന്റെ ഒരു കസിൻ അപ്പു, അവന് ആദ്യം സാറിന്റെ ട്രൂപ്പിൽ പാടിക്കൊണ്ടിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പാടുന്നല്ലേ, അപ്പൊ ഒരു ട്രൂപ്പ് ഉണ്ട്, അതിൽ പോയി പാടിയാലോ എന്ന്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആ ട്രൂപ്പിലേക്ക് കേറുന്നത്. അപ്പോ സാറ്, ഞാൻ ഫസ്റ്റിൽ പോയപ്പോ ഇവരെല്ലാരും ഉണ്ടായിരുന്നു, പാടിപ്പിച്ചു. പിന്നെ പറഞ്ഞു, ഓക്കെ ട്രൂപ്പിലേക്ക് വന്നോ, നമുക്ക് പാടാം, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ആയി. അങ്ങനെയാണ് ധൈര്യമായിട്ട് മുന്നിലേക്ക് വരുന്നത്. ഈ നാട്ടിലിപ്പോ ഗ്രാമത്തില് മോള് സിനിമയിൽ അഭിനയിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ടില്ല മറ്റുള്ളവരൊക്കെ? അവരൊക്കെ എന്താണ് പറയുന്നത്? അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാ, ഭയങ്കര ഹാപ്പിയാണ്. നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ അധ്യാപകരൊക്കെ അറിഞ്ഞോ? അവരാരും അറിഞ്ഞില്ല. ടീച്ചർമാരോ കുട്ടികളോ ഫ്രണ്ട്സോ? ഇല്ല. ആരോടും പറഞ്ഞില്ലേ? എന്താണ് അത്? അവിടെ ഉള്ളവര് കുറച്ച് ഇതാണ്, സീനാണ്, കുറച്ച് ഒരുമാതിരി ഒരു സ്വഭാവം. നമ്മളൊന്നും ഇഷ്ടമല്ല. അതല്ല, വേറെന്തോ സെറ്റ് ആവില്ല. ഞങ്ങളുടെ കോളനിയിൽ തന്നെ കുറച്ച് സെറ്റ് ആവാത്ത ആൾക്കാര്, അമ്മയായിട്ട് ചെറുതൊരു വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉള്ളതാണ്, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവരൊക്കെ തിരിച്ചു വരും സിനിമ കഴിയുമ്പോ ഒരു ഫോട്ടോ എടുക്കാൻ, ഒരു സെൽഫി എടുക്കാൻ. അതാണ് വേണ്ടത്, വരുത്തും ഞാൻ. ആ വാശിയാണ് വേണ്ടത്. ആ വാശി ഉണ്ടെങ്കിലാണ് നമുക്ക് വളരാൻ പറ്റുള്ളൂ മോളെ. അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് സെൽഫി എടുത്തു കൊടുക്കും. അവരെ മാറ്റി എടുത്തണ്ട കേട്ടോ. മാറ്റൂല. ഇതൊക്കെയാണ് അനുഭവങ്ങളാണ് ഈ പറയുന്നത് അല്ലെ? ഇവരുടെയൊക്കെ അനുഭവമാണല്ലോ. ഒരു ആദിവാസി എന്ന് മാറ്റി നിർത്തപ്പെടുന്ന ആളുകളുടെ മുമ്പിലേക്ക് ആദിവാസിയിൽ നിന്ന് ഒരു കലാകാരിയെ കൊണ്ടുവന്നിട്ട്, നമുക്ക് എന്ത് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ നാഷണൽ അവാർഡ് വാങ്ങിയ നമ്മുടെ അഞ്ചിയമ്മ. എന്റെ അപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോ? അഭിമാനമല്ലേ നമുക്കൊക്കെ അല്ലേ? ഇന്ത്യയിൽ പോയി രാഷ്ട്രപതി നിന്ന് അവാർഡ് വാങ്ങി ലോകമെമ്പാടും അറിയപ്പെട്ടില്ലേ? അപ്പൊ അതൊക്കെയാണ്. ഇപ്പൊ മോള് പറഞ്ഞ ഒരൊറ്റ വാക്കാണ് എനിക്ക് ഇഷ്ടം. ഞാൻ വരുത്തും, ഞാൻ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുപ്പിക്കും ഞാൻ. അതാണ് ഈ സിനിമയിൽ അഭിനയിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അതാണ് ധൈര്യത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത് അല്ലെ? അങ്ങനെയല്ലേ? ഗംഭീരാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയില്ലല്ലോ. അത് എല്ലാവർക്കും ഒരു കൃത്യമായൊരു നോവായിരിക്കും ഇവളുടെ ക്യാരക്ടർ. എല്ലാം കൊണ്ടും ഒരു നൊമ്പരം ഉണ്ടെങ്കിൽ നമുക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ആ നൊമ്പരം കൊടുക്കുക, മറ്റുള്ളവരെ കൊണ്ട് ഫോട്ടോ എടുത്ത് ചിരിപ്പിക്കുക, മുന്നോട്ട് പോവാ അല്ലെ അവണി? പറയാ അവണിക്കൊരു ധൈര്യം പോരെ? നമുക്ക് ധൈര്യം ഉണ്ടല്ലോ അല്ലെ? അവണി ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു മനോഹരമായ ഒരു പാട്ടങ്ങ് പാടാം. രാവിലെ തൊട്ട് പാടി സൗണ്ടൊക്കെ പോയിരിക്കാന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചെയ്യുന്നത് മോശമാവണമെന്ന് എനിക്കറിയില്ല. ഏത് പാട്ട് പാടണം പറഞ്ഞു? അവിടെ ഞാൻ പറയുന്ന പാട്ട് ഏതും പാടുവോ? അറിയുന്നതാണെങ്കിൽ പാടും, അറിയാത്തതാണെങ്കിൽ പാടും. നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു തമിഴ് പാട്ടങ്ങ് പാടാം. ഈണം കറക്റ്റ് കിട്ടിയെന്ന് വരില്ല. കിട്ടിയില്ല അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത പാട്ടിലേക്ക് പോകും. എന്നാലും ഒരു 2 വരി 2-3 വരി പാടാം. അത് 6 വരിയിലേക്ക് എത്തുമെന്ന് മാത്രമേ ഉള്ളൂ. അത് 6 വരി എന്നല്ല, 8 വരിയിലേക്ക് എത്തും. അങ്ങനെ പറഞ്ഞാൽ കൂടെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ എല്ലാരും പാടല്ലേ? പിന്നെ അല്ലാതെ
ഋത്തൂരു ഋത്തൂരു ഋത്തൂരു. ഇത് എല്ലാ സ്ഥലത്തും പാടി ഞാൻ ഇവിടെ വന്നപ്പോ ഒക്കെ അവിടെ കേട്ടോണ്ടിരുന്ന എനിക്ക് വേറെ തമിഴ് സോങ് അങ്ങനെ പറഞ്ഞാ പോരാ, ചുമ്മാ നമ്മളെ കളി അങ്ങനെ എന്താ അതൊന്നും ശരിയാവില്ല കേട്ടോ, അങ്ങനെ പറ്റില്ല കേട്ടോ. ഇവിടെ വന്നപ്പോ ഒക്കെ ഈ പാട്ട് ഞാൻ എല്ലാ സ്ഥലത്തും കേട്ടോണ്ടിരിക്കും, അത് നമ്മളെ പൊട്ടനാക്കണം, അതൊന്നും ശരിയാവില്ല. അന്ന് ഞാൻ പാടുന്നില്ല. എന്നാ വേറെ മലയാളം പഠിക്കും. കാടകമ്മ പഠിക്കും, രണ്ടുപേരും പഠിക്കും. അതെനിക്ക് അറിയില്ല. രണ്ടുപേരും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഈ പാട്ട് എല്ലാരും പഠിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇടുന്ന് പാടിത്തന്നത്. വേറൊരു പാട്ട് പാടാവോ മോളെ? നങ്ങേലി പോയ ആ പിന്നെ അയ്യോ ഓർമ്മയില്ല. പ്രശ്നമില്ല. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ, ചെറുനാട്ടുപാതകളിൽ കനവിന്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ, നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ, ചെങ്ങാതിവാവേ നിന്നോട് കൂടെ കണ്ണായി ഞാനില്ലേ. ബാക്കി എനിക്കറിഞ്ഞൂടാ. സൂപ്പർ സൂപ്പർ. നമുക്ക് സമയം കുറവുണ്ട്, മോള് ട്രൂപ്പി പാടുന്ന ഹിറ്റാകുന്ന ഒരു പാട്ടും കൂടെ പാടി അവസാനിപ്പിക്കാം. ഹിറ്റോ? അന്ന് നമ്മൾ പാടിയ പാട്ട് ഏത്? പഞ്ചവർണ്ണ കേൾക്കാം. അത് തന്നെ കേട്ടോ, ഞാൻ കേട്ടു. എനിക്കറിയില്ല. ആരെ പാടാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പാടാൻ പോകുന്നല്ലോ പറഞ്ഞു. അവിടെയും പാടാൻ കൂടിക്കണം, വെറുതെ ശല്യമാണല്ലോ. ചേച്ചി പാട്ടെ. ഞാൻ പാടുന്നു പറഞ്ഞിട്ടില്ലല്ലോ. ആ, എന്നാ ഞാൻ പാടൂലെന്നല്ലേ പറഞ്ഞത്. ഞാൻ വിട്ടുന്നേ. ഞാൻ തോക്കുന്ന ഈ കുട്ടിയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, പൊളിയാ. താങ്ക് യു. പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളി ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളെ, കണ്ണൊന്നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളെ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എൻ്റെ ചെമ്പകപ്പൂമലരേ, എൻ്റെ ചെമ്പകപ്പൂമലരേ, തക്കാളി ചോപ്പുള്ള നിൻ കാവിളോരത്തെ നാണത്തിൻ നുണക്കുഴിയോ, തക്കാളി ചോപ്പുള്ള നിൻ കാവിളോരത്തെ നാണത്തിൻ നുണക്കുഴിയോ, പുന്നാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളെ, പുന്നാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളെ, പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എൻ്റെ ചെമ്പകപ്പൂമലരേ, എൻ്റെ ചെമ്പകപ്പൂമലരേ, എൻ്റെ ചെമ്പകപ്പൂമലരേ. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. രണ്ടുപേരും സൂപ്പറാണ്, രണ്ടുപേരും നന്നായിട്ട് പാടി. എന്തോ എങ്ങനെ കാണിക്കണം എന്നെ കളിയാക്കണം? ഒന്നുമില്ല, എന്നെ കുറിച്ച് ആദ്യമായിട്ട് ഒരാൾ നന്നായിട്ട് പാടിന്ന് പറഞ്ഞു. എന്റെ അമ്മ കുറേ ഞാൻ ഇരിക്കട്ടെ, വെറുതെ പറഞ്ഞിട്ട് എന്നോട് കുറേ ഇരിക്കട്ടെ. ഞാനും വെച്ച് നമ്മളൊരു അംഗത്തിനുള്ള സമയമാണ്, പക്ഷെ മഞ്ജു സമ്മതിക്കില്ല, അല്ലെങ്കിൽ കുറച്ചു നേരം ഇരുന്ന ഒരു അംഗം കുറിച്ച ഞാൻ
മഞ്ജു അവിടെ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടേ. ആ. മഞ്ജു ചേച്ചി പറഞ്ഞു നിർത്തണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ മഞ്ജു ചേച്ചി ചാടി ഒന്നുകൂടി ഇരുന്ന് പാടും പിരിച്ചുവിടാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് മഞ്ജു ചേച്ചി പറയുമ്പോൾ നമുക്ക് നിർത്തില്ലേ. ആ. എന്തായാലും സൂപ്പർ സിനിമയാണ് കേട്ടോ മോളെ. മോള് ആഗ്രഹിച്ച പോലെ വലിയ സ്ക്രീനിലേക്ക് സിനിമ എത്തുവാണ്. ആ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ പ്രേക്ഷകർ കൈയടിക്കട്ടെ. പറഞ്ഞതുപോലെ മാറ്റി നിർത്തപ്പെട്ടവരുടെ അടുത്തേക്ക് അവർ ചേർത്ത് പിടിക്കുന്നതിലേക്ക് ഈ സിനിമ എത്തട്ടെ അല്ലേ. കുറിഞ്ഞി എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഇത്തരം ആളുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇത്തരം ആളുകളെയാണ്, ഇത്തരം സിനിമയാണ് നമ്മൾ തിയേറ്ററിൽ പോയി കാണേണ്ടത്. അപ്പൊ എല്ലാവരും സിനിമ കാണുക. ഈ പറഞ്ഞതുപോലെ ഇത്തരം ആളുകളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇവരുടെ നമ്മൾ പറയും ചെറിയ സിനിമയല്ല, ഇത് വലിയ സിനിമയാണ്, വലിയൊരു കൂട്ടായ്മയിലെ സിനിമയാണ്. ഓക്കെ, ഒത്തിരി സന്തോഷം. നമുക്ക് സിനിമ കണ്ടിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിരിക്കാം. താങ്ക് യു. താങ്ക് യു.